ഇറാനെതിരെയുള്ള കപ്പൽ ഉപരോധം അമേരിക്ക വ്യാപിപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. അതായത് നിയമവിരുദ്ധമെന്ന് കരുതുന്ന ചരക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഉപരോധമാണിപ്പോൾ വിപുലീകരിച്ചിരിക്കുന്നത്. ഇറാൻ തീരത്തേക്ക് എത്തുമെന്ന് സംശയിക്കുന്ന ഏതു കപ്പലിനെയും തടഞ്ഞു നിർത്തും, പരിശോധിക്കും എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നു. ആയുധങ്ങൾ, ആയുധ സംവിധാനങ്ങൾ, വെടിക്കോപ്പുകൾ, ആണവ വസ്തുക്കൾ, അസംസ്കൃത എണ്ണയും ശുദ്ധീകരിച്ച എണ്ണ ഉൽപ്പന്നങ്ങളും, ഇരുമ്പ്, ഉരുക്ക്, അലൂമിനിയം അങ്ങനെ നിരോധിതമായി US കരുതുന്ന വസ്തുക്കൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അജയ്, ഇപ്പോൾ നമുക്കറിയാം ഉപരോധം തുടരുകയാണ്. US-ന്റെ വലിയ സേനാവിന്യാസം ഈ മേഖലയിലുണ്ട്. ഇതിനകം തന്നെ 14ഓളം കപ്പലുകളെ തിരിച്ചുവിട്ടു എന്ന് US പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഉപരോധം പാലിക്കാത്ത കപ്പലുകൾക്കെതിരെ സൈനിക ശേഷി ഉപയോഗിക്കുമെന്ന് വീണ്ടും അവർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമുണ്ട്. നിരവധി കപ്പലുകൾ ഇതുവഴി പോകാൻ സാധിക്കാതെ മടങ്ങുന്നു എന്നുള്ളത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്, ഇറാനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ US-ന്റെ പ്രകോപനങ്ങൾ അത് തുടർച്ചയായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഘട്ട ചർച്ചകൾ എപ്രകാരമാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ഉപരോധം തുടർന്നുകൊണ്ട് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് ചോദ്യമാണ്. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ തന്നെ പ്രധാനപ്പെട്ടത് US ഈ ഉപരോധം അവസാനിപ്പിക്കണം എന്നതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, CNN വേൾഡ് ആണ് ഇത്തരമൊരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ പോലും ഇറാനിയൻ ബന്ധമുള്ള കപ്പലുകൾ 4 എണ്ണം ഹോർമുസ് ക്രോസ് ചെയ്ത് പോയി എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. 4 എണ്ണക്കപ്പലുകളാണ് കപ്പലാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ വളരെ വലിയ ഒരു ഷിപ്പ് റൈസ് എന്ന ഒരു കപ്പൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ആയി എന്നുള്ള ഒരു സന്തോഷകരമായ വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു 4 കപ്പലുകൾ എന്തായാലും ഇറാനിയൻ തീരത്ത് നിന്ന് നിലവിൽ ഹോർമുസ് കടന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ ഉപരോധം നിലവിൽ പൂർണ്ണമായിട്ടില്ല എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. നിരവധി കപ്പലുകളെ US തടഞ്ഞുവെങ്കിലും 4 കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയതായിട്ട് CNN വേൾഡ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഇത്തരമൊരു ഉപരോധം കൂടി പൊളിഞ്ഞു പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ചൈനീസ് കപ്പലുകൾ ഹോർമുസ് കടലെടുക്ക് വഴി US ഉപരോധത്തെ വകവയ്ക്കാതെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 4 കപ്പലുകൾ കൂടി ഇറാനിയൻ തീരത്ത് നിന്ന് ഹോർമുസ് വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപരോധം അത് പൂർണ്ണമാകുന്നുമില്ല. നിരവധി കപ്പലുകൾ മേഖലയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. പക്ഷേ തീർച്ചയായും US-ന്റെ ഉപരോധം അത് ഇറാനെ സാമ്പത്തികമായി ഒന്ന് പിടിച്ചു കുലുക്കുന്നതുമാണ്. ഈ ഒരു ഭീഷണികളും ഉപരോധവും അതുപോലെ തന്നെ വൻ സൈനിക വിന്യാസം, ആയുധശേഷി ഇതെല്ലാം വെച്ച് അമേരിക്ക ഭീഷണി തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ അടുത്ത ഘട്ട ചർച്ചകൾ അതൊരു ചോദ്യം തന്നെയാണ്. ഇറാൻ ഈ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേരിക്ക താൽക്കാലികമായെങ്കിലും ഉപരോധം അവസാനിപ്പിക്കുമോ എന്നുള്ളത് നിലവിൽ വ്യക്തമായിട്ടില്ല. ട്രംപ് അത്തരം ഒരു സൂചനകളൊന്നും നൽകുന്നില്ല. ഉപരോധം തുടരും എന്ന് തന്നെയാണ് US-ന്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെക്കാൻ. തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.